എല്ലാവരും പരസ്പരം സഹായിക്കുക. പരസ്പരം സഹായിക്കുക എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക. അത് നമുക്ക് തീരെ കുറവാണ് മലയാളിക്ക്. ആരെങ്കിലും നല്ല രണ്ട് വാക്ക് പറയാം. അപ്പോൾ നല്ല വാക്ക് പറയും. ഹാപ്പിനെസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൗലികമായ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് ഹാപ്പിനെസ്സിനെ പറ്റി ആലോചിക്കാൻ സാധിക്കില്ല. ഹാപ്പിനെസ് ഫെസ്റ്റിവൽ കൊണ്ട് ശ്രദ്ധേയമായി തളിപ്പറമ്പ് മണ്ഡലം. എന്താണ് ഈ ഹാപ്പിനെസ് പ്രൊജക്റ്റ്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൗലികമായ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് ഹാപ്പിനെസ്സിനെ പറ്റി ആലോചിക്കാൻ സാധിക്കില്ല. കയറിക്കിടക്കാൻ ഇടയില്ല, അവനെന്ത് ഹാപ്പിനെസ്സാണ്. അതുപോലെ തന്നെ തൊഴിലില്ല, അതുപോലെ തന്നെ വേറെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ടേക്ക് പോകാനാവുന്നില്ല, ആരോഗ്യപരമായ രംഗത്ത് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഹാപ്പിനെസ്സിനെ പറ്റി ആലോചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹാപ്പിനെസ്സിനെ പറ്റി ആലോചിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ആ ഇൻഡെക്സിൽ 126ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഹാപ്പിനെസ്സുമായി ഞാൻ മന്ത്രിയായിരുന്ന സമയത്തും അതിനു മുമ്പൊക്കെ ഹാപ്പിനെസ്സിനെ സംബന്ധിച്ചിടത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു പഠനവും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടുകളും ഞാൻ പരസ്യമായിട്ട് പൊതുയോഗങ്ങളിലും അതുപോലെ തന്നെ പ്രവർത്തക യോഗങ്ങളിലൊക്കെ പറയുന്ന നില ഉണ്ടാവാറുണ്ട്. അത് വെച്ചുകൊണ്ട് ഒരു ഹാപ്പിനെസ് സമൂഹത്തിന് ആവശ്യമായ പശ്ചാത്തലം ഒരുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വീട് വേണം, എല്ലാവർക്കും വസ്ത്രം വേണം, എല്ലാവർക്കും ഭക്ഷണം വേണം, എല്ലാവർക്കും വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാൻ ഏതറ്റം വരെയും പോകാനുള്ള സൗകര്യം വേണം. ആരോഗ്യ പരിപാലനത്തിന് കേരളം പോലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമായിട്ട് രൂപപ്പെട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്, അത് വേണം. പിന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ നിലപാടും വേണം. ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു സമഗ്ര വികസനം, വിദ്യാഭ്യാസ മേഖലയിലുള്ള സമഗ്ര വികസനം, സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമഗ്ര വികസനം, അതിലൊന്ന് എല്ലാവരും പരസ്പരം സഹായിക്കുക. പരസ്പരം സഹായിക്കുക എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക. അത് നമുക്ക് തീരെ കുറവാണ് മലയാളിക്ക്. ആരെങ്കിലും നല്ല രണ്ട് വാക്ക് പറയാം. അപ്പോൾ നല്ല വാക്ക് പറയുക. അമ്മയും അച്ഛനും തമ്മിലുള്ള ബന്ധം ഇതുപോലെ തന്നെ കുട്ടികളും ആ രീതിയിലേക്ക് വരിക, സമൂഹവും അങ്ങനെ തന്നെ രൂപപ്പെടുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ആദ്യം ബേസിക്കലായിട്ടുള്ള നീഡ്സ് നമുക്ക് കിട്ടണം. ഇങ്ങനെയെല്ലാമുള്ള ഒരു കൂട്ടായ്മ നമ്മൾ ശ്രമിക്കണം. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ മണ്ഡലമായി ഇന്ന് കേരളത്തിൽ മുഴുവൻ കിട്ടുന്നത് സർവീസാണ്. അതെ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. പിന്നെ കരിയർ ഗൈഡൻസ് നമ്മൾ നടത്തി, ടേണിംഗ് പോയിന്റ് ഞങ്ങൾ കൊടുത്ത പേരതാണ്. അത് നമ്മൾ നടത്തി. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സർവേയും. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയുമ്പോൾ തന്നെ മറുവശത്ത് വിദേശത്ത് നിന്ന് വരുന്നവരുടെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ ഉപയോഗപ്പെടുത്താനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഗവൺമെൻറ് തന്നെ ഉദ്ദേശിക്കുന്നത് വിജ്ഞാന സമൂഹം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ്. മൂലധന സമ്പദ് വ്യവസ്ഥയാണ് ലോകത്ത് എല്ലാം ഉള്ളത്. അതിന് പകരം, മൂലധനത്തിന് പകരം വിജ്ഞാനത്തെ ഉപയോഗിക്കുക. അത് ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേറെ ആർക്കും ഇപ്പോൾ ആലോചിക്കാൻ സാധിക്കില്ല, കേരളത്തിന് ആലോചിക്കാം. ഗോവിന്ദൻ മാഷ് എന്ന ഒരു സൈദ്ധാന്തികനെ രൂപപ്പെടുത്തുന്നതിൽ ആർക്കാണ് പ്രധാനപ്പെട്ട പങ്ക്? ആ ഒരു നാടിനാണോ, അല്ല ലൈബ്രറിയനായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു? അല്ല, അത് ഒരു നാട് തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് എൻ്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട്. പിന്നെ മൊറാഴ ഗ്രാമീണ ഗ്രന്ഥാലയം, അത് തുടർന്ന് മറ്റ് ഗ്രന്ഥാലയങ്ങൾ, തുടർച്ചയായിട്ടുള്ള വായന പഠനം, അതിൻ്റെ എല്ലാ ഭാഗമായിട്ട് മാർക്സിൻ ദർശനത്തെയും മാർക്സിൻ അർത്ഥശാസ്ത്രത്തെയും മാർക്സിസ്റ്റ് പാഠപദ്ധതികളാകെയും മനസ്സിലാക്കാനും അത് സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും ഭാഗമായിട്ട് പ്രയോഗിക്കാനും ഒക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാനാവുന്ന ഒരു രാഷ്ട്രീയക്കാരൻ രൂപപ്പെട്ടത് എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അതിന് മൊറാഴയുടെ പങ്ക് വളരെ പ്രധാനമാണ്. മൊറാഴ ഗ്രാമീണ ഗ്രന്ഥാലയത്തിൻ്റെ പങ്ക് അതിൽ പ്രധാനമാണ്. പിന്നെ നിരവധി നേതാക്കളുമായിട്ടുള്ള ബന്ധം. കായിക അധ്യാപകനായിരുന്നു മാഷ്. ഇത് നിർത്തി ഫുൾ ടൈം രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ഗോവിന്ദ മാഷോട് ആദ്യം ആവശ്യപ്പെട്ടത്? അല്ല, രാഷ്ട്രീയ വ്യക്തിയാണോ പാർട്ടിയാണോ? ഒരു വ്യക്തിയും പാർട്ടിയും അങ്ങനെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ ഞാൻ ജയിലിലായിരുന്നപ്പോൾ പാർട്ടി തീരുമാനിച്ചത് അധ്യാപക വൃത്തിയുള്ളത് കൊണ്ട് കേസ് നടത്തണമെന്നാണ്. അങ്ങനെ കേസ് നടത്തി എന്നെ വെറുതെ വിട്ടപ്പോൾ ഞാൻ വീണ്ടും സ്കൂളിലേക്ക് പോയി. പക്ഷേ അപ്പോഴേക്ക് യുവജന പ്രസ്ഥാനം സജീവമായിട്ട് വരുന്നൊരു ഘട്ടമാണ് 1970കളുടെ ആദ്യം. തുടർന്ന് DYFI രൂപീകരണം വന്നപ്പോൾ രൂപീകരണത്തിൻ്റെ ആദ്യത്തെ പ്രിപ്പറേറ്ററി കമ്മിറ്റിയിൽ അംഗമായി. അപ്പോഴെല്ലാം ലീവായിരുന്നു, അപ്പോഴൊന്നും സ്കൂൾ പോകുന്ന പരിപാടിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പടിപടിയായിട്ട് ഒരു ഫുൾ ടൈമായിട്ട് വരുന്ന നിലയാണ് ഉണ്ടായത്. പിന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിയിലേക്ക് വന്നപ്പോൾ ഫുൾ ടൈം ആവാൻ തീരുമാനിച്ചു പാർട്ടി തന്നെ. ഏതായാലും വളരെയധികം നന്ദി മാഷ്. കാരണം ഒരുപാട് തിരക്കിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് എഡിറ്റോറിയലുമായി സഹകരിച്ചതിന്. നമസ്കാരം.